പുറത്ത് പോയപ്പോൾ കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാവശ്യത്തിന് വേണ്ടി പുറത്ത് പോയതാണ്. അപ്പോൾ വരുമ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിച്ചപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം വാങ്ങിയത് ഇതേ ഈ ക്യൂട്ടീനെ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പക്ഷെ എനിക്കിത് കേൾക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ഇത് നിങ്ങൾ എല്ലാവരും അറിയുണ്ടാവും, മാഷ്മെല്ലോ അല്ലേ, അതാണ് കേട്ടോ. പക്ഷെ എനിക്കിത് കേൾക്കാനല്ല ഗൈസ് കൂടുതൽ ഇഷ്ടം. ഇതിനിങ്ങനെ പീക്കാനും പിന്നെ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ കേട്ടോ എനിക്കിഷ്ടം. അപ്പം ഞാൻ ആദ്യം ഇത് പൊട്ടിക്കണ എങ്ങനെയൊക്കെ നോക്കി. അപ്പം തന്നെ ഞാൻ കത്രിക എടുത്തിട്ടാട്ടോ പൊട്ടിച്ചത്. കത്രികയായിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ പൊട്ടിക്കാൻ പറ്റിയ സാധനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ അടിയും പൊട്ടിച്ച് മേലെയും പൊട്ടിച്ച് എന്നിട്ട് നമ്മൾ ക്യൂട്ടീനെ പുറത്തേക്ക് എടുത്തിട്ടാവും. അപ്പോൾ എനിക്ക് നോക്കാനും ഇങ്ങനെ നെക്കി കളിക്കാനൊക്കെ നല്ല ഇഷ്ടമായിട്ട് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. മാർഷ്മെല്ലോ അല്ലേ, അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. നല്ലൊരു സ്ട്രോബെറിയുടെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഞാൻ ചെറിയൊരു കഷ്ണം കഴിച്ച് നോക്കി. അപ്പോൾ സ്ട്രോബെറിയുടെ ഫ്ലേവർ ആയിരുന്നു. പിന്നെ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ ഉള്ള കാരണം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ എനിക്കിതിങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇത് മേടിച്ച് കേൾക്കണ ആളൊന്നല്ല കേട്ടോ ഞാൻ. ഇതിൻ്റെ ആളിൻ്റെ ദിലു ആട്ടാ, അതായത് ഇതിൻ്റെ ഏറ്റവും താഴെയാണ്. ഓന് സ്കൂളിൽ പോയിക്കാണ്, പോകാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഓന് കൊടുക്കണം ബാക്കി. അപ്പോൾ ഞാൻ ഇന്നിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല രണ്ടെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരേ ടൈമിൽ രണ്ടെണ്ണം ബുക്ക് ചെയ്തുകൊണ്ടാട്ടോ അങ്ങനെ ഒരുമിച്ചിട്ട് വന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കണത് ഈ ഒരു ബോക്സാട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊരു കവറുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടെണ്ണം ഞാൻ പാക്ക് പൊട്ടിച്ചിട്ട് നിങ്ങളെ കാണിക്കേ. ഇത് കുറച്ച് ദിവസമായി ഞാൻ ഓർഡർ ചെയ്തിട്ട് എന്നാ വരിക എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുകയാണല്ലോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഈ വാങ്ങിയിട്ടുള്ളത്. എന്താ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ബാഗാണ് വാങ്ങിച്ചതേ. കളർ ഫെയ്ഡാവ് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അവരെനിക്ക് സെയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ എല്ലാവരും പറയും മീഷോന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ മീഷോ പറ്റിക്കും എന്നൊക്കെ പറയും കേട്ടോ. ഓരോ സാധനങ്ങളൊക്കെ വേറെയൊക്കെ പ്രോഡക്റ്റൊക്കെ മാറിയിട്ട് കൊടുത്തിട്ട്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മീഷോ തന്നെ ഓർഡർ ചെയ്യുന്നത്. നമുക്ക് ഉണ്ടാവാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഉണ്ടാവാത്തത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണ്ടേ. അപ്പോൾ ഈ ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നല്ല സെറ്റാണ്. പിന്നെ ഈ ബാഗിൻ്റെ റേറ്റ് വരുന്നത് അണ്ടർ 200 ആണ് കേട്ടോ. 200ൻ്റെ താഴെയാണ് കേട്ടോ ഈ ബാഗിൻ്റെ റേറ്റ്. അപ്പോൾ അടുത്തത് ഒരു ബോക്സാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതും നിങ്ങൾ ഗസ് ചെയ്യും. അപ്പോൾ നോക്കാം. ഇതിൻ്റെ റേറ്റും അണ്ടർ 200 തന്നെയാണ് കേട്ടോ. അപ്പോഴേ ഈ ഒരു സാധനം ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ. കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള സാധനം ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ 4 മൂലക്കിൽ ഞാൻ നോക്കി എവിടെ പൊട്ടിക്കുന്ന സാധനം കാണാത്തോണ്ട് ഞാൻ പിന്നെ എൻ്റെ ആയുധം അങ്ങോട്ട് എടുത്തിട്ടാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ബോക്സൊക്കെ കയ്യിൽ അൺബോക്സ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരിതല്ലേ, ഒരു വെപ്രാളല്ലേ, വേഗം പൊട്ടിച്ച് തീരണം. എന്നിട്ട് വേണ്ട ഉള്ളിലുള്ള സാധനം നല്ലതാണോ അതോ ചീത്തയാണോ നോക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ പൊട്ടിക്കണ്ട കൈസ്. അങ്ങനെ കവർ അയച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് തുറക്കണ സ്ഥലമൊന്നും കാണാനില്ല. അങ്ങനെ കുറേ നേരം തുറക്കണ സ്ഥലമൊക്കെ തപ്പിട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ ആയുധെടുത്ത് അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ തുറക്കാൻ തീരെ കിട്ടണില്ല. അവരെങ്ങനെയൊക്കെയോ അത് പാക്ക് ചെയ്ത് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഞാൻ പിടിച്ച് വലിച്ച് തുറന്ന് എങ്ങനെയൊക്കെയോ 4 ഭാഗത്തുനിന്ന് പൊട്ടിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ആകെ ചിക്കി പരത്തി വലിച്ച് പറിച്ചിട്ടാണ് പൊട്ടിച്ചിട്ട ഗൈസ്. നിങ്ങൾ കാണില്ലേ ഇതിൽ. അങ്ങനെ ഞാനത് പൊട്ടിച്ച് സാധനം പുറത്തെത്തപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഹോൾഡർ ഉണ്ടല്ലോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനത് കെട്ടിയപാട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. എനിക്കത് തുറക്കാനും പിടിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് അതൊക്കെ സെറ്റാക്കി നോക്കാന്നുള്ള രീതിയിൽ അത് മാറ്റിച്ചിട്ടോ. അങ്ങനെ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് പോയി വരുമ്പോഴേ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 3 എണ്ണം. നല്ല ഒടുക്കത്തെ റേറ്റാണ് കേട്ടോ ഇതിന്. ആൾ കുറച്ച് ഗെറ്റപ്പൊക്കെ ഉള്ള ആളാണ്. എത്ര ഗെറ്റപ്പുള്ള ആളായിട്ട് എന്താ എൻ്റെ കത്തിക്കേറെയാവേണ്ടതല്ലേ. അപ്പം ഞാൻ വെള്ളയും അതുപോലെ റോസും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ പിങ്കിനെ മതി എന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ് കേട്ടോ. ഒരു പ്രാവശ്യം അതുപോലെ പിങ്ക് മതി എന്ന് പറഞ്ഞിട്ട് വൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പിന്നെ പിങ്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പിങ്ക് ആണോ എന്ന് അവരോട് 100 വട്ടം ഞാൻ കൺഫേം ചെയ്ത് കേട്ടോ. അങ്ങനെ മേടിച്ചാണേ. അപ്പോൾ ഇത് പൊളിക്കാണ് ഗൈസ്. ഞാൻ ആ പൊളിക്കണ ചടങ്ങുണ്ടല്ലോ അത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള പരിപാടി കേട്ടോ. എനിക്കതിലപ്പുറം വേറെ ഒന്നുമില്ല. ഈ സാധനമാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴുതി പോകുന്നുണ്ട് കേട്ടോ. നല്ല സ്ലിപ്പാവുന്നുണ്ട്. നല്ല പഴുത്തിട്ടുള്ള സാധനം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അടിഭാഗമൊന്നും വെടക്കാവാൻ പാടില്ലല്ലോ, ഞാൻ വീഡിയോ എടുക്കല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് നല്ല സൂക്ഷ്മത നോക്കിയിട്ടാണ് കേട്ടോ ഗൈസ് ഞാനത് ചെയ്യണത്. അപ്പോഴേ ഇത് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ അനിയന്മാരാരും തന്നെ ഇവിടെ ഇല്ല.
അതിൽ കാരണം ഒരാൾ ക്ലാസ്സിന് പോയി, മറ്റേ ആൾ ഇവിടോടെ പുറത്തേക്ക് പോയി കാണും, ഇപ്പോൾ വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർ രണ്ടുപേരും വരുന്നതിന് മുന്നേ തന്നെ ഈ ക്യൂട്ടീൻ്റെ പരിപാടി എനിക്ക് കഴിക്കണം. അതായത് എനിക്ക് വീഡിയോ എടുക്കാൻ അവർ വന്നാൽ സമ്മതിക്കില്ല. പക്ഷെ നല്ല രസമുണ്ടല്ലേ, ഇവിടെയൊക്കെ റെഡ് കളറായി. പക്ഷെ എനിക്ക് അവിടെ ചെയ്യണ ഭാഗം വേഗം ക്ലീൻ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര എന്തോ ഒരു പോലെയാണ്. അതുകൊണ്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്ത് പിന്നെ അരിയാണ് കേട്ടോ. അതിൻ്റെതായ സാറ്റിസ്ഫാക്ഷനിലൊക്കെ അരിയണമല്ലോ, ആൾ കുറച്ച് റിച്ചല്ലേ. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കുറേ അങ്ങോട്ട് കട്ട് ചെയ്ത്, പിന്നെ ലാസ്റ്റ് വന്നൊരു പീസ് എനിക്ക് കൺട്രോൾ പോയിട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, മധുരം ഉണ്ടാകുന്നൊക്കെ നോക്കണ്ടേ. അപ്പം ഞാൻ അങ്ങനെ നിന്നാട്ടോ, അല്ലാണ്ട് കൊതിയായിട്ടൊന്നുമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കൊതിയായിട്ടൊന്നുമല്ല എന്നുള്ളത്. അപ്പോൾ ഗൈസ് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിചാരിച്ച് ഈ റൗണ്ടിലായിരുന്നതൊന്ന് സ്ക്വയർ ഷേപ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഷേപ്പ് ആക്കാമെന്ന്. പക്ഷേ ഇതിനങ്ങോട്ട് ആക്കാൻ കിട്ടണ്ടേ, എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോവുകയാണത്. എനിക്ക് പിടിക്കാൻ തന്നെ നേരത്തെ പറ്റുന്നില്ല, അത് പിളിങ്ങി പോവാട്ടോ. കണ്ടോ, എല്ലായിടത്തും റെഡ് കളർ, അവൻ്റെ കൈയൊക്കെ എപ്പോഴും ചുവപ്പ് കളറായിട്ട് ഗൈസ്. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ഈ രാജകുമാരിനെ അരിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഞാനിതിന് നോക്കി നിൽക്കുന്ന നേരത്താണ് 2 കരങ്ങൾ എൻ്റെ പ്ലേറ്റിലോട്ട് വന്നത്. അതായത് സാക്ഷാൽ എൻ്റെ അനിയൻ വന്നു. ഇനി എനിക്ക് വീഡിയോ എടുക്കുന്ന ചടങ്ങ് നടക്കത്തില്ല ഗൈസ്, അതുകൊണ്ട് കുറച്ച് ഞാൻ അവന് കൊടുത്തിട്ടോ. എന്നിട്ടാണ് പിന്നെ അവന് ഞാൻ ഒഴിവാക്കി വിട്ട് അതല്ലേ. അപ്പോൾ ഇനി വീഡിയോ നടക്കില്ല. ബായ്.